channel. I am Shafita. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാലിയിൽ എങ്ങനെയാണ് അഡ്ജസ്റ്റ്മെന്റ്സ് എൻട്രീസ് ക്ലിയർ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ്. നമുക്കറിയാം നമ്മൾ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ്സ് എൻട്രീസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, അക്രൂഡ് ഇൻകം, അതുപോലെ തന്നെ ഡ്രോയിങ്സ് എക്സെട്ര. അപ്പൊ ഇതുപോലത്തുള്ള എൻട്രീസുകൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ക്ലിയറിംഗ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാനിവിടെ ടാലി പ്രൈം സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് എൻട്രീസ് ഞാനിവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓരോ എൻട്രീസും. അപ്പൊ ഫസ്റ്റത്തെ എൻട്രി എന്ന് പറയുന്നത് പ്രീപെയ്ഡ് ആണ്. അപ്പൊ പ്രീപെയ്ഡ് റെന്റ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ് എന്നുള്ള എൻട്രിയാണ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് റെന്റ് നമ്മൾ മുന്നേ കൂട്ടി കൊടുത്തു എന്നുള്ളതാണ് ഈ ഒരു എൻട്രി. അതുപോലെ തന്നെ അടുത്ത എൻട്രി വരുന്നത് ഡ്രോയിങ്സ് ആണ്. ഇപ്പൊ നമ്മുടെ കമ്പനിയിലുള്ള ഓണേഴ്സ് അല്ലെങ്കിൽ അവരുടെ പാർട്ട്നേഴ്സ് അവരുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും എമൗണ്ട് ബിസിനസ്സിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അതിനാണ് ഡ്രോയിങ്സ് എന്ന് പറയാം. അപ്പൊ ഇവിടെ 15,000 രൂപ അയാളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി എടുത്തിട്ടുണ്ട്. അപ്പൊ ഡ്രോയിങ്സ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ് എന്നുള്ള എൻട്രി ആണ് നമ്മൾ അടുത്തതായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ വരുന്നത് അഡ്വാൻസ് സാലറി ആണ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ കമ്പനിയിൽ ഒരുപാട് സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ ഓരോ സ്റ്റാഫും ചിലപ്പോൾ ഓരോ മാസം സാലറി കിട്ടുന്നതിന് ഡേറ്റിന് മുന്നേ തന്നെ അഡ്വാൻസ് സാലറി ആവശ്യപ്പെടും. അപ്പൊ ആ ഒരു അഡ്വാൻസ് സാലറി നമ്മൾ ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അഡ്വാൻസ് സാലറി അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ് എന്നാണ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. 2,500 ആണ് എമൗണ്ട്. ഇനി അടുത്തത് വരുന്നത് നമ്മൾ ജേണലിൽ വരുന്ന രണ്ട് എൻട്രീസ് ആണ്. അപ്പൊ ഇവിടെ സാലറി കൊടുക്കാനുണ്ട് എന്നുള്ള എൻട്രി ആണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. സാലറി അക്കൗണ്ട് അപ്റ്റർ ടു സാലറി പേയബിൾ. ഇത് ജേണലിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് നമുക്ക് ചെയ്തിട്ടുള്ളത് അക്രൂഡ് ആണ്. അതായത് കമ്മീഷൻ നമുക്ക് കിട്ടാനുണ്ട് എന്നുള്ള ഒരു എൻട്രി ആണ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ കിട്ടേണ്ട ഡേറ്റ് ആയിട്ട് നമുക്ക് കിട്ടാത്തൊരു ഇൻകത്തിനെ നമുക്ക് അങ്ങനെ കിട്ടാനുണ്ട് എന്ന് കാണിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ അക്രൂഡ് കമ്മീഷൻ അക്കൗണ്ട് അപ്റ്റർ ടു കമ്മീഷൻ റിസീവ്ഡ് എന്ന എൻട്രി ജേണലിലാണ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്ര എൻട്രിയാണ് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ്സ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതെങ്ങനെയാണ് റിപ്പോർട്ടിൽ കാണിക്കുക എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. അപ്പൊ ബാലൻസ് ഷീറ്റ് ആണ് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യുന്നത്. Alt F1 കൊടുത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് നമുക്ക് ലാബിലിറ്റി സൈഡിൽ തന്നെ ക്യാപിറ്റലിന്റെ തൊട്ട് താഴെ ഡ്രോയിങ്സ് കാണാൻ പറ്റും. മൈനസ് ആയിട്ടാണ് കാണിക്കുന്നത്. 10 ലക്ഷമാണ് നമ്മുടെ ക്യാപിറ്റൽ. അതിൽ നിന്ന് 15,000 പോയി ബാക്കിയുള്ള എമൗണ്ട് ഇവിടെ കാണാം. അതുപോലെ തന്നെ നമുക്ക് ലാബിലിറ്റി സൈഡിൽ ഏതുണ്ടായിരിക്കും? സാലറി പേയബിൾ, സാലറി കൊടുക്കാനുണ്ട് എന്ന എമൗണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി അസറ്റ് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോൺസ് ആൻഡ് അഡ്വാൻസ് അസറ്റ്, അത് അഡ്വാൻസ് സാലറി ആണ് 2,500. അതുപോലെ അക്രൂഡ് കമ്മീഷൻ കിട്ടാനുണ്ട് 2,000. പ്രീപെയ്ഡ് റെന്റ് നമ്മൾ റെന്റ് മുന്നേ കൂട്ടി കൊടുത്തിട്ടുണ്ട് 5,000. അപ്പൊ ഇനി ഇതൊക്കെ എങ്ങനെയാണ് ക്ലിയർ ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഞാനിവിടെ വൗച്ചേഴ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് നമ്മൾ ക്ലിയർ ചെയ്യാൻ പോകുന്നത് പ്രീപെയ്ഡ് റെന്റ് ആണ് നമ്മൾ ക്ലിയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ റെന്റ് കൊടുക്കുന്ന ഡേറ്റ് വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു എൻട്രീനെ ക്ലിയർ ചെയ്യണം. നമുക്കിപ്പോ ടാലി എഡ്യൂക്കേഷൻ മോഡ് ആയതുകൊണ്ട് ഞാൻ എല്ലാം ഒരു ഡേറ്റിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ പ്രീപെയ്ഡ് റെന്റ് നമ്മൾ ക്ലിയർ ചെയ്യാൻ പോകുന്നത് ജേണൽ വൗച്ചറിലാണ്. അപ്പൊ ജേണലിൽ നമുക്ക് ഫസ്റ്റ് ഇവിടെ റെന്റ് അക്കൗണ്ട് വേണം. ഡെബിറ്റിൽ റെന്റ് അക്കൗണ്ട് ഓൾറെഡി ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. റെന്റ് കൊടുത്തു. അപ്പൊ റെന്റിൽ ഇവിടെ എമൗണ്ട് ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പൊ പ്രീപെയ്ഡിന്റെ എമൗണ്ട് നമ്മൾ എത്രയാണെന്ന് നോക്കി വെച്ചിട്ട് വേണം എമൗണ്ട് കൊടുക്കാൻ. അപ്പൊ 5,000 ആണ് നമ്മൾ റെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 5,000 ഡെബിറ്റിൽ കൊടുക്കുക. ദെൻ ക്രെഡിറ്റിൽ നമുക്ക് പ്രീപെയ്ഡ് റെന്റ് എന്നുള്ള അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ പ്രീപെയ്ഡ് റെന്റ് 0 ആയിട്ടുണ്ട്. എന്നിട്ട് സേവ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് ക്ലിയറിംഗ് ചെയ്യാം. ഇനി അടുത്ത് നമ്മൾ ക്ലിയർ ചെയ്യാൻ പോകുന്നത് അഡ്വാൻസ് സാലറി ആണ്. അപ്പൊ നമുക്കിവിടെ അഡ്വാൻസ് സാലറി എമൗണ്ട് നോക്കി വെക്കണം. ഫസ്റ്റ് ഡെബിറ്റിൽ നമ്മൾ സാലറി ആണ് കൊടുക്കേണ്ടത്. സാലറിയിൽ നമ്മൾ അഡ്വാൻസ് സാലറിയുടെ എമൗണ്ട് 2,500 ആണ് നമ്മൾ അഡ്വാൻസ് സാലറി ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ക്രെഡിറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക? അഡ്വാൻസ് സാലറി എന്നുള്ള അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇവിടെ അഡ്വാൻസ് സാലറി 0 ആയിട്ടുണ്ട്. ഇനി സേവ് ചെയ്യാം. ഇനി നമ്മൾ ഡ്രോയിങ്സ് ആണ് ക്ലിയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഡെബിറ്റിൽ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് കൊടുക്കേണ്ടത്. ഡെബിറ്റിൽ ക്യാപിറ്റൽ ഡ്രോയിങ്സ് ആയിട്ട് എമൗണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് 15,000 ആണ് എമൗണ്ട് ഡെബിറ്റിൽ കാണിക്കുക. ക്രെഡിറ്റില് ഡ്രോയിങ്സ് അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇവിടെ ഡ്രോയിങ്സ് 0 ആയിട്ടുണ്ട്. ദെൻ സേവ് ചെയ്യാം. ഇതെല്ലാം നമ്മൾ ജേണൽ വൗച്ചറിലാണ് ക്ലിയറിംഗ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലല്ലാത്ത രണ്ട് ട്രാൻസാക്ഷൻസും കൂടി ഉണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് പറയാൻ പോണത്. ഒന്ന് അക്രൂഡ് കമ്മീഷൻ, അക്രൂഡ് ഇൻകം, അതുപോലെ തന്നെ
സാലറിയുടെ കേസ്, സാലറി പേയബിൾ എന്നുള്ള ഒരു എൻട്രി നമ്മൾ ജേണലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സാലറി കൊടുക്കുന്ന ഡേറ്റ് വരുമ്പോൾ അത് നമ്മൾ പേയ്മെന്റിലാണ് ചെയ്യാൻ പോണത്. അപ്പൊ സാലറി ആണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്, പേയ്മെന്റ് എടുത്തു. ഡെബിറ്റിൽ നമ്മൾ കൊടുക്കേണ്ടത് സാലറി പേയബിൾ ആണ്. അപ്പൊ സാലറി പേയബിൾ പറഞ്ഞാൽ 10,000 ആണ് നമ്മൾ സാലറി കൊടുക്കാനുള്ളത്, 10,000 കാണിക്കുക. ക്രെഡിറ്റില് ക്യാഷ് ആണ് വരുന്നത്. സാലറി പേയബിൾ ഇപ്പൊ ഇവിടെ 0 ആയിട്ടുണ്ട്, സേവ് കൊടുക്കുക. അതുപോലെ അക്രൂഡ് ഇൻകത്തിന്റെ കേസിൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നതാണ്, അത് നമ്മൾ ചെയ്യേണ്ടത് റെസിപ്റ്റ് വൗച്ചറിലാണ്. റെസിപ്റ്റ് ഓപ്പൺ ചെയ്യാം. ക്രെഡിറ്റില് അക്രൂഡ് കമ്മീഷൻ 2000 ആണ് നമുക്ക് കമ്മീഷൻ കിട്ടേണ്ടത്, 2000 എമൗണ്ട് കൊടുക്കുക. ഡെബിറ്റില് ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് ഉണ്ടെങ്കിൽ ബാങ്ക് നമ്മൾ അവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ അക്രൂഡ് കമ്മീഷനും 0 ആയിട്ടുണ്ട്, ഇനി സേവ് ചെയ്യാം. അപ്പൊ ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് റിപ്പോർട്ട് ഒന്നും കൂടി ഓപ്പൺ ചെയ്ത് നോക്കാം. ബാലൻസ് ഷീറ്റ് Alt F1. ഇപ്പൊ നമുക്ക് കാണാം എല്ലാ അക്കൗണ്ടുകളുടെയും എമൗണ്ട് അവിടുന്ന് പോയിട്ടുണ്ട്. അപ്പൊ ക്യാപിറ്റലിൽ നമുക്ക് കാണാൻ പറ്റും ഡ്രോയിങ്സ് മൈനസ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് ക്യാപിറ്റലിൽ വന്നിട്ടുള്ളത്. അതുപോലെ സാലറി പേയബിളിലെ എമൗണ്ട് പോയിട്ടുണ്ട്. ലോൺസ് ആൻഡ് അഡ്വാൻസ് അസറ്റിൽ എമൗണ്ട് ഇല്ല, അക്രൂഡിൽ എമൗണ്ട് ഇല്ല, പ്രീപെയ്ഡിൽ എമൗണ്ട് ഇല്ല. അപ്പൊ എല്ലാം ഇവിടെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ക്ലിയറിംഗ് അഡ്ജസ്റ്റ്മെന്റ്സ് എൻട്രീസ് ടാലിയിൽ ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ്സ് ആയിട്ട് ചോദിച്ചോളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓൺലൈൻ ക്ലാസ് ആവശ്യമുള്ളവർ shefidanish@gmail.com എന്ന മെയിൽ ഐഡിയിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. അപ്പൊ ടാലിയിലെ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.